ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഡ്രില്ലിംഗ് മെഷീൻ, ഒരു 1200 വാട്ട്സിൻ്റെ ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയത്. ഇതുണ്ട് ഐറ്റം SR പവർ ടൂൾസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് കൊല്ലത്ത്. അവിടെ നിന്ന് നമ്മൾ വാങ്ങിയ ഒരു ഡ്രില്ലിംഗ് മെഷീൻ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഡ്രില്ലിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ വലിയ കവറിങ് ഇല്ല, ഒരു പ്ലാസ്റ്റിക് കവറിങ് മൊത്തത്തിൽ. മെഷീനാണെന്ന് മനസ്സിലാവും, എന്നാലും വെള്ളമൊന്നും കയറില്ല. മൊത്തം പ്ലാസ്റ്റിക് ചെയ്ത ഒരു കവറിൻ്റെ അകത്താണ് സാധനം വന്നിട്ടാണ്. അപ്പോൾ അത് പൊട്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പ് തന്നെയാണ് ഞാൻ പൊട്ടിക്കുന്നത്. സാധനം വാങ്ങിയതാണ്, ഉപയോഗിച്ചൊക്കെ നോക്കണം അത്രേ. അതിന് മുന്നേ ഉള്ളൊരു അൺബോക്സിങ് വീഡിയോ. അപ്പം ഇത് പൊട്ടി ചെയ്യുമ്പോൾ ഇത്രയും ഉള്ളൊരു സംഭവം കിട്ടിയിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ കവർ പൊട്ടി ചെയ്യുമ്പോൾ ഇതാണ് 1200 വാട്ട്സിൻ്റെ ഫാർമാറ്റിക് റോട്ടറി ഹാമർ. ഇതാണ് സംഭവം. പിന്നെ ഈ ഒരു ബോക്സ്. അപ്പോൾ നമുക്ക് സംഭവം തുറന്നു നോക്കാം എന്നാ ഉള്ളത് എന്നുള്ളതിന്. അപ്പോൾ സംഭവം നമ്മൾ തുറക്കുകയാണ്. ഫാർമാറ്റിക് കവറിൻ്റെ പുറത്ത് ഓവർ ഡെക്കറേഷൻ ഒന്നും എഴുതിയിട്ടില്ല. ഫാർമാറ്റിക് എന്ന് ഒറ്റ സിമ്പിൾ ബ്ലാക്ക് ലെറ്റർ. അത് തുറന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ യൂസർ മാനുവലിൻ്റെ വലിയ എന്താ പറയണ്ടേ, ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിയേണ്ട ആവശ്യമില്ലല്ലോ, അപ്പം നമുക്കറിയാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാർബൺ ഉണ്ട്, എക്സ്ട്രാ ഒരു കാർബൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഡ്രില്ലിംഗ് മെഷീനാണ് മെയിനായിട്ടുള്ളത്. ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ അതിൻ്റെ ഹാൻഡിൽ രണ്ടും വേറെ ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 മീറ്റർ കോഡ് വയർ ഉണ്ട്. അത്യാവശ്യം ചെറിയ മെഷീൻ, അത് വലിയൊരു സംഭവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനൊന്നും അല്ല. നമ്മൾ അത്യാവശ്യം പണിമുടക്കി കഴിഞ്ഞാൽ ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. നമ്മുടെ ഓൾറെഡി 2 മെഷീൻ പണിമുടക്കിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഒരു മെഷീനെ കൊണ്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ അത്യാവശ്യം ചെറിയ കേസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. അത് വലിയ വർക്കിന്, ഹെവി വർക്കിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള സംഭവമാണ്. ഫുൾ ടൈം, അതായത് നല്ലോണം വർക്കുള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള മെഷീൻ അല്ല. കാരണം അതിന് റേഞ്ച് അത്രേ വരുന്നുള്ളൂ. ചെറിയ ചെറിയ, അതായത് അലുമിനിയം ഫാബ്രിക്കേഷൻ പോലത്തുള്ള വർക്കുകൾക്കൊക്കെ പറ്റും. വെൽഡിങ്ങുകാർക്ക് അധികം എത്രത്തോളം യൂസ് ആകുന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള സാധനം 3 ഡ്രിൽ ബിറ്റ്, ഒരു 10-ൻ്റെ, ഒരു 8-ൻ്റെ, ഒരു 6-ൻ്റെ ഡ്രിൽ ബിറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും കൂടി ഒരു 500 രൂപ അതിന് തന്നെ ആയി. ശരിക്കും പറയുകയാണെങ്കിൽ ഡ്രിൽ ബിറ്റിന് തന്നെ ഒരു 500 രൂപ മുടക്കുന്നുണ്ട്. പിന്നെ മെഷീൻ്റെ വില ഞാൻ പറഞ്ഞില്ലല്ലോ. മെഷീന് 2300 നമുക്ക് ഓഫർ റേറ്റിൽ കിട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. 2300 അത്യാവശ്യം വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡ്രില്ലിംഗ് മെഷീനാണ്. കാരണം അത്രയല്ലേ, വല്ലപ്പോഴും 2 തുളയൊക്കെ എടുക്കാനൊക്കെ ഉള്ള ആവശ്യങ്ങൾ. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഓണാക്കി ഞാൻ നോക്കി, വർക്കിംഗ് കണ്ടീഷനിൽ നല്ല പവറൊക്കെ അത്യാവശ്യം കാണിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ എന്താ പറയണ്ട, 8000-10,000 രൂപയുടെ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒരു പവറൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. കാരണം ആ റേറ്റല്ലേ ഉള്ളൂ. നമ്മളും അങ്ങനെ ഒരു വലിയ യൂസേജിന് വേണ്ടി വാങ്ങിയതല്ല, ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ഓണാക്കി നോക്കിയതേ ഉള്ളൂ ജസ്റ്റ്. അപ്പം വലിയ വലിപ്പമില്ല, അത്യാവശ്യം ഒരു ചെറിയ പെട്ടിയുണ്ട്, കാര്യങ്ങളുണ്ട്. ഇനി പിന്നെ 2 മോഡാണ് ഉള്ളത്, ഡ്രില്ലിംഗ് മോഡ്. ചിപ്പിംഗ് മോഡ് ഇല്ല. 3 മോഡൊന്നും ഇത്ര ചെറിയ മെഷീനുകൾ ഉണ്ടായിട്ടും ചിപ്പിംഗ് ഒന്നും ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അത്രയുള്ള പവറല്ലേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വാട്ട്സിനെ കുറിച്ചാണ് 1200 വാട്ട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പിന്നെ അതിൻ്റെ ഗുണം അത്രത്തോളം കിട്ടുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഉപയോഗിച്ച് നോക്കട്ടെ എന്നിട്ട് പറയാം. അപ്പം നമ്മൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. വെൽഡിംഗ് വർക്കുമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.